Life's Kid Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Judges, Yes. നമുക്കിനി അൺപ്ലഗ്ഡ് റൗണ്ടിലേക്ക് ആഹാ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റൗണ്ടാണ്. പാടാൻ വരുന്നത് ആരാന്നറിയോ? നമ്മുടെ യശ്. യശ്. നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആയിരമുന്മാദരാത്രികൾ തൻ ഗന്ധം ആത്മദളത്തിൽ തുളുമ്പേ, ആത്മദളത്തിൽ തുളുമ്പേ. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. നിരാലംബശയ്യയിൽ നിർനിദ്രമീ ഞാനൊഴുകി. ആ ആ നീ ഉറങ്ങുന്ന നിരാലംബശയ്യയിൽ നിർനിദ്രമീ ഞാനൊഴുകി. രാഗപരാഗമുലർത്തുമത്തേൻ ചൊടി പൂവിലെന്നാദം മെഴുകി. അറിയാതെ നീ അറിയാതെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. നിരകരന് മനഗര നിരക നിരമാ ധനരഗമദ മരഗ ഗമദ മനെ ഗമദ നിരഗത ഗാരി നിരനിദ മനെ സരെ മ പദ മ ദാദ പ മ ര നിര
മകരന് നിരഗമത നിരഗസ ആ നിമിഷത്തിൻ്റെ നിർവൃത്തിയിൽ മനം ആരഭിതൻ പദമായി ദാഹിക്കുമെൻ ജീവതന്തുക്കളിൽ നവ്യഭാവമരന്തം വിതുമ്പി താഴ്വരയിൽ നിന്റെ പുഷ്പതൽപങ്ങളിൽ താരാട്ടുപാട്ടായി ഒഴുകി ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾക്കെൻ്റെ താളം പകർന്നു ഞാൻ നൽകി താളം പകർന്നു ഞാൻ നൽകി അറിയാതെ നീ അറിയാതെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ മനം ആരഭിതൻ പദമായി ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ആയിരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ശരത് സർ, യശ് പാടിയ ആ ഒരു നിമിഷത്തിൻ്റെ നിർവൃതിയിലാണ് ഞങ്ങളൊക്കെ. നന്നായിട്ട് പാടി. താങ്ക് യു സർ, താങ്ക് യു സർ. യശേ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അത് ദാസേട്ടനുണ്ട്, ജാനകിയമ്മയുണ്ട്. രണ്ടും രണ്ട് മുത്തുകളാണ്. രണ്ടും ഒരേ ട്യൂണാണെങ്കിലും അവർ രണ്ടുപേരും പാടിയേക്കുന്ന അയ്യോ ലെവല്. അത് MSV സാറ് അദ്ദേഹം ഏതി കൊണ്ട് കൈവച്ചാൽ ഇങ്ങനൊക്കെ തന്നെ ജനിക്കട്ടെ. എന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെ തലക്കനം ഒന്നുമില്ല. ചക്കരെ നീ നന്നായിട്ട് പാടിയടാ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. ഒരു കൂൾ അവസ്ഥ ഉണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ. കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. പക്ഷെ മനോഹരമായിട്ട് പാടി. എനിക്ക് ഈ നീ ഉറങ്ങുന്ന എനിക്ക് ആ തുടക്കം ആരും ഉറങ്ങുന്ന ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് സർ. പിന്നെ രണ്ടാമത് ഉറങ്ങുമ്പോഴും അത് ചെറിയ തോതി കൈവിട്ടുപോയി. കൃത്യമായിട്ടൊന്ന് പാടിയാലോ? ഓക്കെ സർ. നീ ഉറങ്ങുന്ന അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അതിന് നമ്മൾ ഞെട്ടേണ്ട ഒരു അവസ്ഥയില്ല. അവിടെ ഒരു ആവശ്യമില്ലാത്ത ഒരു അതെന്തായിരുന്നു യക്ഷനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവം? എന്തോ ഒരു ചെറിയൊരു മൈൻഡ് ബ്ലോക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ. അല്ലെ രണ്ടാമത്തെ ഒട്ടും യക്ഷനകത്ത് തെറ്റത്തിൽ അല്ലേ? ആ നീ ഉറങ്ങുന്ന ഒന്ന് പാടാമോ? നിദ്രമീ അതൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. നീ ഉറങ്ങുന്ന നിരാലംബ ശയ്യയിൽ നിർനിദ്രമീ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ അതിനാ പാടാൻ പറഞ്ഞു. അത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. പിന്നെ സ്വരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അപ്പം അതിലൊരു ഒരു ഗ്രഹഭേദം നടത്തിയിട്ടില്ലേ? അത് എന്താണത്? പറയൂ. അത് നമ്മൾ കേൾക്കുന്നവർക്ക് കൂടെ മനസ്സിലാവണ്ടേ. ഇപ്പം ഈ പിള്ളേർക്കൊക്കെ മനസ്സിലാവണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഫീൽ ചെയ്തോ? അത് ഒരു മേളില് ഗാല് പോയിട്ട് അത് താഴെ ധാല് ലാൻഡ് ചെയ്തു. പിന്നെ ധാന് തന്നെ സാ ആക്കി, സരിമാപ ധ മ രി. പിന്നെ രീ യമനില് നിഷാദമായി. അപ്പൊ അത് തിരികെ ലിങ്ക് ഇട്ടിട്ട് ക്ലോസ് ചെയ്തു. ഇല്ല, ഷഡ്ജാകുമ്പം നീ ആണ് രീ, അത് ഓബ്വിയസ്. അത് എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പാടണം. അത് ഒന്ന് പാടി കാണിച്ചാലും മതി. പക്ഷേ ഗഗമദ നിരഗദഗാരി നിരനേദ മനേദ സരമപദമ ദദ പമരി കറക്റ്റ് ആവണം. നിരഗരിനിദമ മദനിദ മഗരിനി നിരഗമദ നിരഗസ. ഗുഡ്, കൊള്ളാം. അത് സ്വരങ്ങൾ വർജ്യം ചെയ്യാതെ അത് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ ഇതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ചെയ്തല്ലോ, അത് കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. അത് വൃത്തിയായിട്ട് പാടി കേട്ടോ യശ്. അത് ഒക്കെ മനോഹരമായിരുന്നു. ഇത് ഒരു ചെറിയ ഫൈൻ കറക്ഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിങ്ങൾ അത് എന്താ പറയണ്ട, നമ്മളതിൻ്റെ ആത്മാവറിഞ്ഞ്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, ആത്മാവറിഞ്ഞ് പാടാം. ആത്മാവറിഞ്ഞ് തന്നെ പാടിയിട്ടുണ്ട് യശ്, ഒരു സംശയവുമില്ല. അപ്പം അതിന് കിട്ടേണ്ട വികാരമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് വേണ്ടത്. Okay. അത്രേ ഉള്ളൂ.
താങ്ക് യു സാർ. ഷാനിക്ക. യശ് ഉഗ്രനായിട്ട് പാടിയത്. താങ്ക് യു സർ. താങ്ക് യു സർ. കാരണം നമ്മളിപ്പോൾ ഏത് പാട്ട് എടുത്തിട്ട് അത് ഒരു അൺപ്ലഗ്ഡ് സെഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് അൺപ്ലഗ്ഡിൻ്റെ വെച്ച് ഒരു കൾച്ചർ കൊണ്ടുവരണം. അതെന്തായാലും യശ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് ആകെ ഫീൽ ചെയ്തത് പ്ലാൻസിന് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാം എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ബാക്കി ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കരുത്. പിന്നെ നീ ഉറങ്ങുന്ന അതായിരുന്നു ഒരു മെയിനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതുവരെ പാടി വന്നതിൻ്റെ ഫാഷൻ ചെറുതായിട്ടൊന്ന് മാറി നിന്ന പോലെ തോന്നി. ബാക്കി ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു സർ. കേട്ടോ, അത്രേ ഉള്ളൂ. താങ്ക് യു ചേച്ചി. യശ് മാം. ഓ സൂപ്പർ സോങ് സെലക്ഷൻ, ഉഗ്രം പാട്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഏകദേശം യശ് പാടിയതെല്ലാം അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുഴുവനും സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യഷിൻ്റെ ഈ ഒരു സ്പെഷ്യലി നമ്മുടെ ഓർക്കസ്ട്ര വായിച്ചതും എല്ലാം ഭംഗിയുണ്ടായിരുന്നു, മനോഹരമായിരുന്നു, രസമാണ്. ആക്ച്വലി കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. ബട്ട് എനിക്ക് തോന്നിയത് സാർ പറഞ്ഞ അതേ കാര്യങ്ങൾ കുറച്ചുകൂടി അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് സാർ പറഞ്ഞു തന്നു. പിന്നെ ഇപ്പം അതിൻ്റെ മേലെ വീണ്ടും പറയുന്നില്ല. ഓക്കെ, മാർക്സ് ചോദിക്കാം. യെസ്. ശരത് സർ. യശേ യെസ് സർ. ചുമ്മാ എനിക്ക് ഗസ് 9.3. എന്നാ എൻ്റെ എളിമയിൽ 9.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. നല്ല എളിമയുള്ള ആളാട്ടോ സാർ. ചേച്ചിയുടെ എളിമ നോക്കി. എൻ്റെ എളിമയിൽ 9.8 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു. ഷാനിക്ക. ഇന്ന് എനിക്ക് നല്ല എളിമയുണ്ടല്ലേ? അതെ. ഇട്ടോളൂ. ഓക്കെ, സോ ടോട്ടൽ 19.6. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. യെസ്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. Aquastar rain water pipes. മറ്റെല്ലാം ചുമ്മാ. സൂപ്പർ സ്റ്റാർ.